പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാഹനത്തിൻ്റെ AC എപ്പോഴും ഓൺ മോഡിലായിരിക്കും കിടക്കുന്നത്. AC ഓൺ ആക്കിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഇട്ടുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിന് കൂടുതൽ ലോഡ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ആയുസ്സിനെ തീർച്ചയായിട്ടും ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഫസ്റ്റ് കണ്ട വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാലും അതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചേട്ടൻ പറയണ്ടായിരുന്നു AC ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന് കംപ്ലൈൻ്റ് ആവും, എഞ്ചിൻ്റെ ലൈഫിനെ ബാധിക്കുമെന്ന് പറയണ്ടേ. അതൊരു തെറ്റായ ഇതാണ്ടോ, അതൊരു മിസ്റ്റേക്കാണ്. ചേട്ടൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ചേട്ടൻ്റെ വീഡിയോയിൽ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതേപോലെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അടിയിൽ കമൻറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു AC ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത വണ്ടിക്ക് കുഴപ്പമില്ല. പക്ഷേ ചേട്ടൻ അതിന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമതും വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് AC ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ ലൈഫ് കുറയുന്നത്. ഒരിക്കലില്ല. പുതിയ മോഡൽ വണ്ടികളിൽ വണ്ടി AC ഇട്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം, ഒരു കംപ്ലൈൻറ്റും ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 സെക്കൻഡിനുള്ളിൽ കംപ്രസർ പിടിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അതായത് പഴയ വണ്ടികളിൽ ഗ്യാസ് അല്ല AC സെപ്പറേറ്റ് കയറ്റുന്ന വണ്ടികളുണ്ടല്ലോ, അതിനകത്ത് ACൻ്റെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കീ ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ കംപ്രസർ പിടിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അതായത് ലോഡ് വരും, എഞ്ചിന് ലോഡ് വരും. ആ ലോഡ് സ്റ്റാർട്ടിംഗ് മോട്ടറിനും ബാധിക്കും, ബാറ്ററിയിലൊക്കെ ബാധിക്കും. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് മോട്ടറിനും ബാറ്ററിക്കൊക്കെ കംപ്ലൈൻറ്റ് കൂടുതൽ വരും, ലോഡ് വരും. അതുകൊണ്ടാണ് അത് AC ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയ വണ്ടികളിലും ഒരിക്കലും അങ്ങനെയല്ല. വണ്ടി നമുക്ക് AC ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ കംപ്രസർ പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കംപ്രസർ പിടിക്കുള്ളൂ. അത് ഞാൻ തെളിവായിട്ട് കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം, സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ പലരും ആ ഒരു വീഡിയോ കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ ആ വീഡിയോസ് കാണുന്നുണ്ട്, ആ ചേട്ടൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ AC ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AC ഇട്ടുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്രസർ ഓണാവണ ഒരു ലാഗ് വെച്ച് ഓണാവണ ഞാൻ കാണിച്ചു തരാം. അത് വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞ് 10 സെക്കൻഡിനുള്ളിൽ കംപ്രസർ ഓൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം. അപ്പം നിങ്ങൾ ഈ ഒരു തെറ്റിദ്ധാരണ അത് മാറ്റിയേക്കാം കേട്ടോ. പലർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട്, ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് മൈൻഡ് വെച്ച് നടക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബോണറ്റും കാര്യങ്ങളൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഓൾട്ടർനേറ്റീവ് തന്നെ കംപ്രസർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കംപ്രസർ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയും കാണിച്ചു തരാം. ഇതാണ് കംപ്രസർ. അപ്പോൾ ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, ഇതാണ് കംപ്രസർ പിടിക്കുന്ന സംഭവം, പ്ലേറ്റ്, കംപ്രസറിൻ്റെ ക്ലച്ച്. അത് അതിലേക്ക് കറങ്ങുമ്പോഴാണ് ലോഡ് വരുന്നത്. അല്ലാത്ത പക്ഷേ ആ ഒരു പുള്ളി മാത്രമേ കറങ്ങുള്ളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റത്തെ പ്ലേറ്റ് കറങ്ങില്ല, അത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് കറങ്ങുള്ളൂ. അതേപോലെ ഞാൻ കീ ഇടാൻ പോകണം, കീ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ACയും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബ്ലോവറിൻ്റെ മോട്ടർ ഓൺ ആക്കിയിട്ട് ACൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ. ACൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, ബ്ലോവർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് കംപ്രസർ ലോഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ വണ്ടികളിൽ നിങ്ങൾക്ക് AC ഓൺ ആക്കിയിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോ. ലാസ്റ്റ് പ്ലേറ്റ് പിടിച്ചു കേട്ടോ, പിടിച്ച് ഒപ്പം കറങ്ങി, അപ്പോഴാണ് വർക്കാവും.